ഹലോ, ഞാൻ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ്. ആപ്പിൻ്റെ പേര് മോസ്റ്റ് ബെറ്റ് എന്നാണ്. ഇതിൽ അന്തർബാഹർ ഏവിയേറ്റർ പോലുള്ള നിരവധി ഗെയിമുകളുണ്ട്. ക്രാഷെക്സും ജെറ്റെക്സും ഒക്കെ അതേ ഫീൽഡ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഫേമസ് ക്രിക്കറ്ററായ ആൻഡ്രൂ റസൽ പോലും ഇത് നമുക്ക് റെഫർ ചെയ്യുന്നു. അതിനർത്ഥം ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നതും നിയമപരവും ലൈസൻസ്ഡുമാണെന്നാണ്. 5 ലക്ഷത്തിലധികം ആളുകൾ മോസ്റ്റ് ബെറ്റ് കളിക്കുകയും അതിലൂടെ ഏൺ ചെയ്യുകയും ചെയ്യുന്നു. അവരോടൊപ്പം ചേരൂ. അന്തർബാഹറും ഏവിയേറ്ററുമെല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളാണ്. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും വളരെ എളുപ്പത്തിലാണ്. എല്ലാ സമയത്തിനും നമുക്കായിട്ട് നമ്മുടെ സപ്പോർട്ടിനായിട്ട് കസ്റ്റമർ സർവീസും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഒരുപാട് ഓഫേഴ്സും ബോണസും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മോസ്റ്റ് ബെറ്റും ഇഷ്ടപ്പെടും. എല്ലാ കായിക പ്രേമികൾക്കുമായി ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമാണ് മോസ്റ്റ് ബെറ്റ്. വാട്സപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിവേഗം ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഡിപ്പോസിറ്റിൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് ലഭിക്കുന്നതാണ്. കൂടാതെ 250 ഫ്രീ സ്പിന്നുകളും. ഫോൺ പേ, ജിപേ, പേടിഎം എന്തുപയോഗിച്ചും നിങ്ങൾക്ക് ഇതിലേക്ക് പൈസ ആഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിലും പറ്റും. നിങ്ങൾക്ക് വിജയിക്കാൻ വെറും 15 മുതൽ 20 മിനിറ്റ് മാത്രം മതി. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള പ്രോമോ കോഡ്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ സൈൻ ഇൻ ചെയ്യൂ. നമ്മളുടെ പ്രോമോ കോഡ് ഉപയോഗിച്ച് 150% വരെ ബോണസ് നേടൂ. മോസ്റ്റ് ബെറ്റിൽ ചേരൂ, ഏൺ ചെയ്യൂ, എൻജോയ് ചെയ്യൂ. എന്താ മേ? നിങ്ങളായിരുന്നത് മിണ്ടാത്തെ? ഇറങ്ങടാ ഇവിടെ. അവനോട് ഇവിടെ ഇറങ്ങി പോകാൻ പറ. അതിന് ഞാൻ ഇതെന്നാ? നീ എന്നാ ചെയ്തോ? ഞാൻ വളർത്തിയിട്ട് അമ്മ പറ, അയാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്ക് ചിരിക്കാൻ കാശ് വേണ്ടേ? പെട്ടെന്ന് അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. വേറെ ആരുടെ നമുക്ക്? അമ്മയുടെ കണ്ടോ എനിക്ക് എത്രയും തരാൻ? ലതേ, അവൻ ചോദിച്ച കേട്ടില്ലേടി, അമ്മയുടെ ഉണ്ടോ അത്രയും തരാനെന്ന്? എങ്ങനെയാടി ഞാൻ? ഇനി എന്റെ ജീവനും കൂടെ ഉള്ളു കൊടുക്കാൻ. ജീവിതം ചോര നീരും ഒക്കെ തീർന്ന്. ഡീ, ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങളിടയ്ക്കൊക്കെ അവധി എടുക്കുമ്പോ കൈ വയ്യാലും കാല് വയ്യാലും ഞാനെന്നും പണിക്ക് പൊത്തില്ലടി. എന്റെ കാര്യത്തിന് എന്തേലും ഞാൻ ചെലവാക്കുവോ? പുറത്തുനിന്നൊരു വെള്ളം കുടിക്കോടി ഞാൻ. മോനെ, അമ്മയ്ക്ക് ഇതൊന്നും ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്തോണ്ടാ. കാരണം അമ്മ കണ്ട ലോകം ഈ വീടാ. നീ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. അച്ഛൻ കിടന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നിന്റെ പഠിപ്പും ഈ വീട്ടിലെ ചെലവും എല്ലാം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ അമ്മ എന്തോരം നീറിയിട്ടുണ്ടെന്ന്. അമ്മേ, ഒരു വിഷമം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എല്ലാത്തിനും നിനക്ക് നിന്റെ അമ്മ ഉണ്ടായിരുന്നടാ. പക്ഷെ ഈ അമ്മ കരഞ്ഞത് ഒറ്റയ്ക്കാടാ. എല്ലാരും എന്നോട് പറയും, നിന്റെ മോൻ വലുതാവുമ്പോ അവൻ നിന്നെ നോക്കും എന്നൊക്കെ. കൂടെയുള്ള എല്ലാവരുടെയും മക്കൾ വലുതായിട്ടും എന്റെ മോൻ മാത്രം എന്താടാ വലുതാവാഞ്ഞ്? ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്റെ മോൻ നല്ലതാന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ നീ തന്നെ എന്നെ തോപ്പിച്ച് കളഞ്ഞില്ലേടാ. മോൻ വാടാ. പിന്നെ അറിഞ്ഞ കാര്യം പറയാതിരിക്കണോ?
നൽകി പ്രാണൻ കൊടുത്തവൾ നീ നോവിൻ തീരയിലെന്നോ വീഴാതെ തീയിൽ കുരുത്തവൾ നീ വീഴാതണച്ചവൾ നീ തീരാ ദുരിതമൊന്നും ചൊല്ലാതെ പകലതിൽ എരിവയിൽ ചുടുമതിൽ തണലും ഇരുൾ വീഴുകയിൽ നിലവൊഴുകയിൽ ഉണരുക നീ ചിറകതിനകം അവിടുറങ്ങുവാൻ അണയുക നീ ചിരിതളുകൾ മലരും അവയെ തഴുകുക നീ അതിരുകളെല്ലാം താണ്ടി ഞാനും വന്നെന്നേ അമ്മേ അരികില് നീയില്ലാതെ കാലം പോകുന്നേ അരികില് നീയില്ലാതെ പ്രാണൻ പോകുന്നേ കവിൾ തൊടും നീരിൻ ചൂടോ നാളും കൂടുന്നേ കരയരുതെന്നും ചൊല്ലാൻ നീയും ഇല്ലെന്നേ കരയരുതെന്നും ചൊല്ലാൻ ആരും ഇല്ലെന്നേ പകലതിൽ എരിവയിൽ ചുടുമതിൽ തണലും നീയേ ഇരുൾ വീഴുകയിൽ നിലവൊഴുകയിൽ പുണരുക നീയേ ചിറകതിനകം അവിടുറങ്ങുവാൻ അണയുക നീയേ ചിരിതളുകൾ മലരും അവയെ തഴുകുക നീ അമ്മ ഞാൻ ദേ മനസ്സിനുള്ളതൊക്കെ ഇന്നത്തോടെ കളഞ്ഞേക്കണം. ദേ പിന്നെ നിന്നെ കെട്ടുന്നതിനൂടെ ചെലവിന് കൊടുക്കാനുള്ള ആരോഗ്യമൊന്നും ഇന്നെനിക്കില്ല. മനസ്സിലായല്ലോ? അതിരുകളെല്ലാം താണ്ടി ഞാനും വന്നെന്നേ അമ്മേ അരികില് നീയില്ലാതെ കാലം പോകുന്നേ അരികില് നീയില്ലാതെ പ്രാണൻ പോകുന്നേ കവിൾ തൊടും നീരിൻ ചൂടോ നാളും കൂടുന്നേ കരയരുതെന്നും ചൊല്ലാൻ നീയും ഇല്ലെന്നേ കരയരുതെന്നും ചൊല്ലാൻ ആരും ഇല്ലെന്നേ പകലതിൽ എരിവയിൽ ചുടുമതിൽ തണലും നീയേ ഇരുൾ വീഴുകയിൽ നിലവൊഴുകയിൽ പുണരുക നീയേ ചിറകതിനകം അവിടുറങ്ങുവാൻ അണയുക നീയേ ചിരിതളുകൾ മലരും അവയെ തഴുകുക നീ ചേട്ടാ ഒരു മിനിറ്റ്. നിനക്കെന്നാ പറ്റി? വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ? എടാ ഇതൊക്കെ അതിനകത്തുള്ളതാ. ഇനിയിപ്പോ പരിപാടിയൊന്നും ആയില്ലെങ്കിൽ നീ എൻ്റെ കൂടെ പോരും. ദേ ഞാൻ ശരിയാക്കി തരാം.
നിങ്ങൾ നെയ്ബേഴ്സ് അല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. സേവ് ദ ഡേറ്റ് ആണ്. എൻ്റെ പൊന്നടാ, എനിക്കാണ് 25 രൂപ കല്യാണം നടത്തണം, അല്ലെ പിന്നെ 32 നടക്കത്തുള്ളൂ. കല്യാണം വിളിക്കാൻ ഞാൻ വരുന്നുണ്ട്. ലൈറ്റ് പോട്ടെ, കുറച്ച് ബിസിയാണേ. അമ്മൂസേ വരുവാ. രണ്ടുപേരും ചേർന്ന്